അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മദ്രസ 8ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ 11ാമത്തെ ചാപ്റ്റർ സിയാറത്തുൽ ഖുബൂർ, ഖബർ സന്ദർശനവുമായി ബന്ധപ്പെട്ട പാഠഭാഗമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അർദ്ധവാർഷിക പരീക്ഷ നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുകയാണ്. അപ്പോൾ പരീക്ഷയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കപ്പെടാവുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും അതോടൊപ്പം ഈ പാഠത്തിൻ്റെ ഒരു വിശദീകരണവുമാണ് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. സിയാറത്തുൽ ഖുബൂർ, ഖബർ സന്ദർശനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസ് പറയുന്നുണ്ട്, കുൻതു നഹൈതുക്കും അൻ സിയാറത്തിൽ ഖുബൂരി ഫസൂറുഹ ഫഇന്നഹ തുദക്കിറുൽ ആഖിറ. ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളോട് ഖബർ സന്ദർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. കാരണം ജാഹിലിയ കാലഘട്ടത്തിലെ അഥവാ ഇസ്ലാം വരുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ അവർ പല ആചാരാനുഷ്ഠാനങ്ങൾ അനുവർത്തിച്ചിരുന്നു. അത് ഇനിയും തുടർന്നു പോരാൻ സാധ്യതയുണ്ട് എന്ന് കരുതി പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബർ സന്ദർശിക്കരുതെന്ന് തുടക്ക കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതം കൊടുത്തു, ഫസൂറുഹ, ഇനി നിങ്ങളത് സന്ദർശിച്ചോളൂ, ഖബർ സന്ദർശിച്ചോളൂ. കാരണം ഫഇന്നഹ തുദക്കിറുൽ ആഖിറ, കാരണം അത് മരണത്തെയും പരലോകത്തെയും ആഖിറത്തിനൊക്കെ നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ, നിങ്ങൾക്ക് ബോധമുണ്ടാക്കി തരാൻ അതൊരു കാരണമാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ ഹദീസ് വളരെ പ്രധാനപ്പെട്ട ഹദീസാണ്. ഇത് ഇൻഷാ അല്ലാഹ് കാണാതെ പഠിക്കണം. ഓക്കെ, പൂരിപ്പിക്കാനൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ അതിൻ്റെ ക്വസ്റ്റൻ ആൻസർ ചെയ്യുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബക്കിയയിലേക്ക് പോകുമായിരുന്നു. ബക്കിയ എന്ന് പറഞ്ഞാൽ മദീന മുനവ്വറയിലെ പരിശുദ്ധ റസൂലിൻ്റെ മസ്ജിദ് നബിയുടെ അടുത്ത് നിൽക്കുന്നൊരു പ്രദേശമാണ്. മക്ബറയാണ്. ഒരുപാട് സ്വഹാബാക്കൾ മൺമറഞ്ഞു കിടക്കുന്ന മറവ് ചെയ്യപ്പെട്ട ഒരു പ്രദേശമാണ് ബക്കിയ. ആ ബക്കിയയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോവുകയും അവിടെ എത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ അല്ലാഹുമ്മ ഗഫിർ ലി അഹ്ലി ബക്കിയഇൽ ഗർഖദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു. അല്ലാഹുമ്മ ഗഫിർ, അല്ലാഹു നീ പുറത്തു കൊടുക്കണേ, അഹ്ലി ബക്കിയഇൽ ഗർഖദ്, ബക്കിയഉൽ ഗർഖദിൽ അന്തി ഉറങ്ങുന്ന ആളുകൾക്കൊക്കെ നീ റബ്ബേ പുറത്തു കൊടുക്കണേ എന്ന് പറയാറുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ ബക്കിയഉൽ ഗർഖദ് എന്ന് പറഞ്ഞാൽ മക്ബറക്കാണ് പറയുന്നത്. ഗർഖദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബക്കിയൻ്റെ ആ പ്രദേശങ്ങളിൽ വളർന്നിരുന്ന മുളച്ചുണ്ടായിരുന്ന ചെറിയ ചെറിയ വിവിധതരം ചെടിക്കാണ് ഗർഖദ് എന്ന് പറയും. അപ്പോൾ അതിലേക്ക് ചേർത്തിക്കൊണ്ടാണ് ബക്കിയഉൽ ഗർഖദ് എന്ന് പറയുന്നത്. ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് മദീനയിലെ ആ മക്ബറ, ബക്കിയ എന്ന് പറയുന്ന ആ മക്ബറക്കാണ് ബക്കിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വിധികൾ നോക്കാം. ഖബർ സന്ദർശിക്കുന്നതിൻ്റെ വിധികൾ എന്തൊക്കെയാണ്, ആർക്കൊക്കെ സന്ദർശിക്കാൻ പറ്റും, ആർക്കൊക്കെ പറ്റൂല എന്നുള്ളതാണ് ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ഖബർ സന്ദർശിക്കൽ പുരുഷന്മാർക്ക് സുന്നത്താണ്, സ്ത്രീകൾക്ക് കറാഹത്താണ്. ഓക്കെ, തുസന്നു സിയാറത്തുൽ ഖുബൂരി ലിരിജാലി വ തുക്റഹു ലിന്നിസാഇ, സ്ത്രീകൾക്ക് ഖബർ സന്ദർശിക്കൽ കറാഹത്താണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ സന്ദർശിക്കൽ സ്ത്രീകൾക്ക് സുന്നത്തുണ്ട്. കാരണം അത് ഏറ്റവും നല്ല സൽക്കർമ്മമാണ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. അന്നഹു മിൻ അഅ്ലമിൽ ഖുർബാത്തി, ഏറ്റവും നല്ല സൽക്കർമ്മമാണ്, ആരാധനയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ സന്ദർശിക്കാം, അത് സ്ത്രീകൾക്ക് സുന്നത്താണ്. പൊതുവിൽ ഹുക്കും എന്താണെന്ന് ചോദിച്ചാൽ കറാഹത്താണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ സന്ദർശിക്കൽ സുന്നത്താണ്. കാരണം അത് ഖുർബത്താണ് എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ഓക്കെ, അപ്പോൾ എക്സാമിന് ചോദിക്കാം, എന്തുകൊണ്ടാണ് നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ സന്ദർശിക്കൽ സുന്നത്തായത്? അതിൻ്റെ ആൻസറിൽ അന്നഹു മിൻ അഅ്ലമിൽ ഖുർബാത്തി എന്നാണ്. ഓക്കെ, അതേപോലെ മറ്റുള്ള അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ഉലമാക്കളുടെയും ഖബർ സന്ദർശിക്കൽ സുന്നത്തുണ്ട്. അതുപോലെ സ്വന്തം കുടുംബക്കാരുടെ ഖബറും സന്ദർശിക്കാം, സുന്നത്തുണ്ട്. പക്ഷേ സ്വന്തം കുടുംബക്കാരുടെ ഖബർ